+2 സയൻസ് കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ആഗ്രഹമാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. അങ്ങനെയുള്ള എല്ലാ അഡ്മിഷന് വേണ്ടിയിട്ടും ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും. അത് നീറ്റ്, കീം, ജിമെയിൻ, ഐക്കാർ, ഐസർ, നൈസർ, കുസാറ്റ്, വിറ്റ്, BIT ഇങ്ങനെ ധാരാളം ടെസ്റ്റുകളുണ്ട്. EMTEES അക്കാഡമി ഇത്തരം എല്ലാ എൻട്രൻസ് ടെസ്റ്റിനും വേണ്ടിയിട്ട് എൻട്രൻസ് കോച്ചിങ് ആരംഭിച്ചിരിക്കുകയാണ്. ആ എൻട്രൻസ് കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേരാം. എന്താണ് EMTEES നിങ്ങൾക്ക് നൽകുന്ന സർവീസുകൾ എന്നുള്ളത് ഞങ്ങളുടെ അധ്യാപകർ തന്നെ നിങ്ങളോട് പറയുന്നത് കേൾക്കാം. EMTEES യുണീക് ടെസ്റ്റിംഗ് സിസ്റ്റം, ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി റിവിഷൻ ടെസ്റ്റ്, ചാപ്റ്റർ വൈസ് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് ആൻഡ് നീറ്റ് മോഡൽ ടെസ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. കൺസെപ്റ്റ് ഓറിയന്റഡ് ടീച്ചിങ്. ഇവിടെ കേവലമായ തിയറി എക്സ്പ്ലനേഷനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പഠിപ്പിക്കുന്ന ഓരോ കൺസെപ്റ്റും നിത്യജീവിതത്തിൽ നിന്നും ഉദാഹരണങ്ങൾ നിരത്തി വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ സിസ്റ്റം. പരീക്ഷ എഴുതുന്ന ഓരോ കുട്ടിക്കും അവരുടെ ആ പരീക്ഷയിലെ മാർക്കുകൾ, അന്ന് കിട്ടിയ റാങ്കുകൾ, ഇനി എത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞ പരീക്ഷയെ അപേക്ഷിച്ച്, ഇതെല്ലാം കുട്ടികളെയും രക്ഷിതാക്കളെയും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ. ഏത് സമയത്തും വിദ്യാർത്ഥികൾക്ക് സംശയ നിവാരണത്തിനുള്ള അവസരം. മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് വിഷയങ്ങളിലെ പ്രയാസമേറിയ പാഠഭാഗങ്ങൾ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്കിലൂടെ ഞങ്ങൾ പഠിപ്പിക്കുന്നു. സ്പെഷ്യൽ CBSE ആൻഡ് സ്റ്റേറ്റ് ബാച്ചസ്. ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ്. ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ ലൈവ് ഡിസ്കഷൻ അന്നേ ദിവസം തന്നെ നടക്കുന്നതാണ്. വെൽ പ്രിപ്പയർഡ് സ്റ്റഡി മെറ്റീരിയൽസ് ബൈ ദ എക്സ്പേർട്സ്. CBSE വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് 30% സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അവരെഴുതുന്ന എല്ലാ എൻട്രൻസിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ബാച്ചും അവർക്ക് ഈ മിസ്സായ ഭാഗം നന്നായിട്ട് തറവായിട്ട് എക്സ്ട്രാ പഠിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിലും കഴിഞ്ഞ 2 വർഷം കൊറോണ മൂലം ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ അങ്ങനെ 2ആക്കി ഭാഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർ മിക്കവാറും സ്കൂളുകളിൽ ഫോക്കസ് ഏരിയ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ആ വിദ്യാർത്ഥികൾ എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ മുഴുവൻ ഭാഗത്തും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നോൺ ഫോക്കസ് ഏരിയ ഏതാണോ അതിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് പ്രത്യേക ക്ലാസ് കൊടുക്കുന്നതായിരിക്കും. സത്യത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യമായിട്ട് എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആപ്ലിക്കേഷൻ വിളിച്ചതെന്ന് അറിയില്ല. മാത്രമല്ല ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈനാണ് മുഴുവൻ ആപ്ലിക്കേഷനും. അതിനകത്ത് തമ്പ് ഇംപ്രഷൻ വേണം, ഫോട്ടോയുടെ പ്രത്യേക സൈസ് ഉണ്ട്, അതിൽ പേര് വേണം, ഡേറ്റ് വേണം, ഡേറ്റ് ഓഫ് ബർത്ത് വേണം, ഇങ്ങനെ ഓരോ എൻട്രൻസിനും വേറെ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് മുഴുവൻ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇനി ഇതേപോലെ അഡ്മിഷൻ മാത്രമല്ല, അഡ്മിഷൻ കഴിഞ്ഞ് പരീക്ഷയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവനവന് കിട്ടിയ റാങ്ക് അനുസരിച്ച് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയില്ല. നല്ല റാങ്ക് കിട്ടിയിട്ട് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത പല കുട്ടികളുമുണ്ട്. അതുകൊണ്ട് നല്ല റാങ്ക് കിട്ടിയവർക്ക് കഴിഞ്ഞ കുറേ വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയർ നോക്കിയിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ നിലവാരം നോക്കിയിട്ട് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു അതിൻ്റെ പ്രൊസീജിയറിലും നമ്മൾ കൃത്യമായിട്ട് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകുന്നതായിരിക്കും. EMTEES അക്കാഡമി ഈ കുട്ടികൾക്ക് അവസാനം അഡ്മിഷൻ കിട്ടുന്നവരെ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഏത് പരീക്ഷ എഴുതുന്ന കുട്ടിയാണെങ്കിൽ അത് സാധാ കുഞ്ഞു കുട്ടികൾ മുതൽ ഏത് കുട്ടികളാണെങ്കിൽ നമുക്ക് പോലും ഒരു പരീക്ഷ നാളെ ഉണ്ടെങ്കിൽ പരീക്ഷ എന്ന് പറയുന്ന ഉള്ളിലൊരു ഭയം ഉണ്ടാക്കുന്ന, ഒരു ആങ്ഷൈറ്റി ഉണ്ടാക്കുന്ന, ഒരു എക്സാം ഫിയർ, ഇങ്ങനെ ഒരു അസുഖം തന്നെ കുട്ടികൾക്കുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ പോലും അറിയാതെ സൈക്കോളജിക്കലി വീക്കിലി നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തിട്ടും കൂടുതൽ പ്രശ്നമുള്ള ആളുകൾക്ക് പേഴ്സണൽ കൗൺസിലിംഗ് കൊടുത്തിട്ടും അവരെ സ്ട്രെസ് ഫ്രീ ആക്കി മാറ്റാനുള്ള സെഷൻസും നമ്മൾ EMTEES അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പക്ഷേ ഓൺലൈനായിട്ട് പഠിക്കാവുന്ന, എൻട്രൻസ് കോച്ചിങ്ങിന് പോകാവുന്ന ബെസ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ റൈറ്റ് സെലക്ഷൻ, റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത് EMTEES അക്കാഡമിയാണ്. നമുക്ക് ഒരുമിച്ച് യാത്രയിൽ മുന്നോട്ട് പോകാം. നമ്മുടെ കൂടെ നിങ്ങളും ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. താങ്ക് യു. നമുക്ക് ഒരുമിച്ച് കാണാം. EMTEES Academy.